ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ PYQ കണക്റ്റഡ് ഫാക്ട്സ് 10ാമത്തെ പാർട്ടാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ പാർട്ടും കൂടെ ഒന്നിച്ച് പഠിച്ചിട്ട് നമുക്കൊരു എക്സാമും കൂടെ വേണമെങ്കിൽ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിലൊരു 10-200 കണക്റ്റഡ് ഫാക്ട്സും കൂടെ എല്ലാം ചേർത്ത് ഒരു റിവിഷൻ ആവുകയും ചെയ്യും. അപ്പോൾ 29ാമത്തെ ചോദ്യം നോക്കാം. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി, OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം, പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം. ഇവിടെ നമുക്ക് ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പത്രങ്ങളിലൊക്കെ പരസ്യം കുറച്ച് മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. LICയുമായി ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതി. ഇതാണ് ആ പരസ്യം. കണ്ടോ? വാത്സല്യ നിധി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്കായി നടപ്പാക്കുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര വികസന പദ്ധതി. പട്ടികജാതി വികസന വകുപ്പ് LICയുമായി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏകദേശം 1,38,000 രൂപ 4 ഗഡുക്കളായ പെൺകുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കുന്നു. അതിൻ്റെ ഓരോ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ 3 ലക്ഷം രൂപ ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് 2017 എന്ത് ചെയ്യുന്നത്? പട്ടികജാതി വികസന വകുപ്പ് LICയുമായി സഹകരിച്ച് പദ്ധതി തുടങ്ങിയത്. 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയിലുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമാവാം. അപ്പോൾ ഇത് 2017 തുടങ്ങിയിട്ട് പിന്നീട് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അതായത് LIC ഇതിൽ നിന്ന് പിന്മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്തു? പുതിയ വാത്സല്യനിധി പദ്ധതി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? പത്രത്തിൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ഉന്നമനത്തിനാണ്. ഇൻഷുറൻസ് അധിഷ്ഠിത വികസന പദ്ധതിയാണ്. LICയുമായി സഹകരിച്ച് തുടങ്ങി. 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടിക്ക് ഇതിൻ്റെ ഭാഗമാവാം. 18 വയസ്സാവുമ്പോൾ പെൺകുട്ടിക്ക് 3 ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 2 OBC അല്ലേ പറഞ്ഞിരിക്കുന്നത്? അതല്ലല്ലോ. മൂന്നാമത്തതോ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് നടപ്പിലാക്കുന്നത്. അതും ശരിയല്ലേ? അമ്മത്തൊട്ടിൽ ഇതിലില്ലല്ലോ. അപ്പോൾ അത് തെറ്റ്. അപ്പോൾ ഇവിടെ ഏതേ ഉള്ളൂ? 1ഉം 3ഉം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പദ്ധതി ഇനി വന്നാൽ കിട്ടണം. ഇപ്പം നമുക്ക് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എഴുതിയവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി നമ്മുടെ മുന്നിലൊരു വാത്സല്യനിധി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വാത്സല്യനിധിയായ ഒരു ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാണാൻ പറ്റണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ. കെടാവിളക്ക് എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്കായുള്ള ധനസഹായം അല്ലെങ്കിൽ സ്കോളർഷിപ്പ്. അപ്പോൾ നമ്മളവിടെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ? OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്കുള്ള ധനസഹായം എന്ന് കണ്ടില്ലേ? അത് പെൺകുട്ടികൾക്ക് വേറെ ധനസഹായം ഉണ്ട്. അത് നോർമലി അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് കെടാവിളക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഇപ്പോൾ നമുക്ക് കറണ്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള OBC കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ് കെടാവിളക്ക്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നൽകുന്നതാണ്. ഇനി അടുത്താണ് ഇത് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞിട്ട് വരണം. നമ്മളവിടെ കണ്ടില്ലേ? കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാനത്താണ് 2002 എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി തുടങ്ങിയത്. അതായത് ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ, അത് പലപ്പോഴും ഈ കുപ്പത്തൊട്ടികളോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം? നവജാത ശിശുക്കളെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥാപിച്ച ഒരു തൊട്ടിലാണ് ഇത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ആണ്. നമ്മൾ പത്രങ്ങളൊക്കെ ചില സമയത്തൊക്കെ ചിലയിടത്ത് അമ്മത്തൊട്ടിലുകൾ നിലച്ചു, വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2002 ഇത് തുടങ്ങി തിരുവനന്തപുരത്ത്. പിന്നീട് എല്ലാ ജില്ലകളിലേക്കും എന്ത് ചെയ്തു? വ്യാപിപ്പിച്ചു. അങ്ങനെ ഒരു 13ഓളം അമ്മത്തൊട്ടിലുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്?
ആൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ 2002 ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ, അതായത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു ഐഡൻറ്റിറ്റിയോ ഒന്നും കാണിക്കാതെ തന്നെ അവരെ തൊട്ടിൽ കിടത്തിയിട്ട് അവർക്ക് പോകാം. അങ്ങനെ ഒരു സ്കീമാണ് എന്ത് ചെയ്യുന്നത്, അമ്മത്തൊട്ടിൽ എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 പദ്ധതികൾ, സ്നേഹപൂർവം പദ്ധതി. മാതാപിതാക്കളിൽ 2 പേരും മരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കാൻ ആളുണ്ടാവില്ല, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരാളാണ് മരിക്കുന്നതെങ്കിൽ മറ്റൊരാളുണ്ടാവും, അയാൾക്ക് സാമ്പത്തിക പരാധീനത കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടിയെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തൊന്നും വളർത്താൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അനാഥാലയങ്ങളിൽ തള്ളപ്പെടാതെ അവരുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രതിമാസം ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അപ്പോൾ മാതാപിതാക്കളിൽ 2 പേരും മരിക്കേ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിക്കേ, അപ്പോൾ ബാക്കിയാവുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾക്ക് സാമ്പത്തിക പരാധീനത കൊണ്ട് മക്കളെ വളർത്താൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളുടെ സംരക്ഷണയിൽ, ഇപ്പോൾ 2 ആൾ മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കളുണ്ടാവുക, അപ്പോൾ ആ ബന്ധുക്കളുടെ സംരക്ഷണയിലായിരിക്കും. അപ്പോൾ അനാഥാലയങ്ങളിൽ തള്ളാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് പ്രതിമാസ ധനസഹായം, അതായത് ആ കുട്ടിയെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിൽ വളർന്ന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെയുള്ള പദ്ധതിയാണ് ഇത് സ്നേഹപൂർവം. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. സ്നേഹസ്പർശവും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അവിവാഹിതരായ അമ്മമാർ, അവിവാഹിതരായ അമ്മമാർക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം. അപ്പോൾ ഈ ഒരു 2 പദ്ധതികളും കൂടെ എന്ത് ചെയ്യുക, ആ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്കവിടെ വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പോൾ ഇവിടെ നമുക്ക് കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മപരിപാടി ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നതല്ല, ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയും അല്ല. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ കറക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. വിദ്യാജ്യോതി പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യാടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് വിദ്യാജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് 1 സാമൂഹ്യ നീതി വകുപ്പ്, 2 നമുക്ക് ഈ പറയുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് എന്നുള്ളത് കണ്ടു. ഇനിയോ 40% അതിന് മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായിട്ട് ധനസഹായം അനുവദിക്കുന്നത്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കണ്ടു, ഈ പറയുന്ന സാമൂഹ്യ നീതി വകുപ്പ് ആരുമായി ചേർന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നു. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. 40%-നോ അതിന് മുകളിലോ, അതാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ കണ്ടത്. അപ്പോൾ അത് 2 തന്നെയാണ് നമുക്ക് ആൻസർ. 1ഉം 2ഉം ശരിയാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാജ്യോതി ആർക്കുള്ളതാണ്? ഭിന്നശേഷിക്കാർക്കുള്ളതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ വിദ്യാജ്യോതിയുടെ കൂടെ തന്നെ നമുക്ക് പല പരീക്ഷകളും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് വിദ്യാകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം. മറ്റേ നമ്മൾ കണ്ടു 40%-മോ അതിലധികമോ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ്. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള
ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതാണ് ഏത് വിദ്യാകിരണം പദ്ധതി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്നത്. മറ്റത് കുട്ടികൾക്ക് ഡയറക്റ്റ് ആണ്. ഭിന്നശേഷിക്കാരാരാണ് അവിടെ? കുട്ടികളാണ് ഭിന്നശേഷിക്കാർ. ഈ പദ്ധതിയിൽ കുട്ടികളല്ല, കുട്ടികളുടെ രക്ഷിതാക്കളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒന്നുകിൽ രണ്ടുപേരും അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളായാലും മതി. അവരുടെ മക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായമാണ് ഇത് വിദ്യാകിരണം. ഇനി സ്ഥിരമായിട്ട് പരീക്ഷകളിൽ വരുന്നൊരു രണ്ടെണ്ണം കൂടെ ഓർക്കുക. വയോമിത്രം. വയോമിത്രം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും സൗജന്യ മരുന്ന് വിതരണവും നടത്തുന്നതാണ് വയോമിത്രം പദ്ധതി. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. വയോമിത്രം കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും സൗജന്യ മരുന്ന് വിതരണവും നടത്തുന്ന പദ്ധതി. പ്രദേശത്തെ കൗൺസിലർ, വാർഡ് അംഗം എന്നിവരെ ബന്ധപ്പെട്ടാൽ അവരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പദ്ധതി നടപ്പിലാക്കുന്നതും. പിന്നെ ആ കൂട്ടത്തിൽ പാലിയേറ്റീവ് കെയർ, മൊബൈൽ ക്ലിനിക് എന്നിവയും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. അപ്പോൾ രണ്ട് കാര്യം കൂടെ. പാലിയേറ്റീവ് കെയറിൽ ഇപ്പോൾ കിടപ്പിലായ രോഗിയാണെങ്കിൽ അവരെ വീട്ടിലേക്ക് സന്ദർശിക്കുന്ന പാലിയേറ്റീവ് ഹോം കെയർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ മൊബൈൽ ക്ലിനിക്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ വയോമിത്രം ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ 65 വയസ്സിന് മുകളിൽ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യുക. അവർക്ക് ആരോഗ്യ പരിരക്ഷയും സൗജന്യ മരുന്ന് വിതരണവും. വയോ അമൃതം, ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. എത്രയോ പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്താണ്. ഇത് എല്ലാ സർക്കാർ വൃദ്ധസദനങ്ങളിലെയും അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നതാണ് വയോ അമൃതം പദ്ധതി. ഒരു മെഡിക്കൽ ഓഫീസറുടെയും ഒരു അറ്റൻഡറുടെയും സേവന അന്തേവാസികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ സർക്കാർ വൃദ്ധസദനങ്ങളിലെയും, മറ്റേത് നമ്മൾ കണ്ടത് വയോമിത്രം കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. ഇവിടെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ചികിത്സ നൽകുന്നത്, ആയുർവേദ ചികിത്സ നൽകുന്നതാണ് ഇത് വയോ അമൃതം പദ്ധതി എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ അവിടെ എന്ത് ചെയ്തു? അഡീഷണലായിട്ട് അവിടെ കണ്ടു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ചിന്താ ജെറോം, എം ഷാജർ, അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, എം സ്വരാജ്. നമുക്കറിയാം ഇപ്പോൾ ആരാണ്? എം ഷാജറാണ്. മുമ്പ് ആരായിരുന്നു? ചിന്താ ജെറോം ആയിരുന്നു. സോ ആൻസർ ഓപ്ഷൻ എ, 2 ശരി എന്നുള്ളതാണ് ആൻസർ. ഷാജറാണിപ്പോൾ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. നമുക്കൊരു 4 കമ്മീഷൻ്റെ ചെയർമാൻമാരെ കൂടെ ഒന്ന് നോക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സംസ്ഥാനത്തിൻ്റെയാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ചോദിച്ചത് കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ല ചോദിച്ചത്. അപ്പോൾ കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ്. നമുക്ക് മനുഷ്യൻ്റെ പൂർവികരൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നിയാണ്ടർ എന്നുള്ള വേർഡ്, ഹോമോസാപ്പിയൻസ് എന്നുള്ള വേർഡ്, അതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മിശ്രിതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാൻ പറ്റും. നിയാണ്ടർ എന്നുള്ളതിൽ അലക്സാണ്ടർ എന്നുള്ളത് ആ ഒരു അവിടെയും, തോമസ് എന്നുള്ളത് ഹോമോസാപ്പിയൻസ്, ഇവിടെ തോമോസാപ്പിയൻസ് എന്നുള്ള ഒരു ലെവൽ. ഞാൻ ഈ മനുഷ്യൻ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ തന്നെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പഠിച്ചോളാം കേട്ടോ. അപ്പോൾ അലക്സാണ്ടർ തോമസ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ കമ്മീഷനാണ് ചോദിച്ചാൽ നമുക്ക് മനുഷ്യൻ എന്ന് പെട്ടെന്ന് അവിടെ കിട്ടിയാൽ മതി. നിയാണ്ടർ, ഹോമോസാപ്പിയൻസ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ലെറ്ററുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആര്? അലക്സാണ്ടർ തോമസ്. ഇനിയോ കേരള വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് ആര്? പി സതീദേവി. പി സതീദേവി. അത് നമുക്കറിയാം, വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതല്ലേ. ഈ സായും തായും വരുന്നതിനല്ലേ സതീദേവി. അപ്പോൾ നമുക്ക് എങ്ങനെ തന്നെ വായിക്കാം അവിടെ? കേരള വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷൻ, വനിത എന്നുള്ള സ്ത്രീയാണ്, സായും തായുള്ള സതീദേവി. ഈ കമ്മീഷനുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആൾ മാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോണം? നിങ്ങൾ മാറ്റി പഠിച്ചോണം. നമ്മളിപ്പോൾ ഈ പറയുന്നത് 2025 മാർച്ച് പ്രകാരം, മാർച്ച് പകുതിയായിട്ടല്ലേ ഉള്ളൂ.
അപ്പോൾ ആ ഡേറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവി, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. അതും അയാളുടെ പേര് നോക്കി നോക്ക് നിങ്ങൾ, വിവരാവകാശം എന്നല്ലേ. ഈ ഹരി എന്നുള്ളതിൽ തന്നെ നമുക്കൊരു വാ എന്നുള്ളത് അവിടെ കാണാം, പിന്നെ രാ തന്നെയല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഏതുണ്ട്? വിവര എന്ന് നമുക്ക് അങ്ങനെ തന്നെ കാണാം. അപ്പം വി ഹരി നായർ ഏത് സ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, കേരളത്തിൻ്റെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര്? കെ വി മനോജ് കുമാർ. കെ വി മനോജ് കുമാർ. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാ? കുട്ടികൾക്ക് വേണ്ടി അല്ലേ? കെ വി കുട്ടികൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ്റെ തലപ്പത്താരനെ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആളെന്നെ ഓർത്താൽ മതി, കെ വി, കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ നമ്മളിങ്ങനെ 4 പഠിക്കുമ്പോൾ നമുക്ക് തുടർന്ന് നമ്മൾ അങ്ങനെ തന്നെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളത് കെ വി മനോജ് കുമാർ. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അലക്സാണ്ടർ തോമസ്, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവി. അപ്പോൾ അത്രയോടെ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത പേജിൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്